എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു സ്റ്റീം പുഡിംഗ് ആണ്. കാരമലൈസ്ഡ് ബനാന സ്റ്റീം പുഡിംഗ്. അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യണത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഗ്ലാസ് ബോളിൽ. അപ്പോൾ അത് ഇപ്പോൾ ഷാലോ ടൈപ്പ് പാനിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം കുറച്ച് മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കുറയാണ്ടെടുക്കും. ഇതിൽ നമ്മൾക്കിപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമുക്ക് പാനിൽ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം അത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 2 നന്നായിട്ട് പഴുത്ത 2 പഴം, റോബസ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലത്, അല്ലെങ്കിൽ ചെറുപഴമായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു 3-4 എടുക്കണം. പിന്നെ ഒരു 2 മുട്ട, ഒരു 115 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ളത്, 115 ഗ്രാം ഷുഗർ, പിന്നെ ഒരു 8 ടേബിൾ സ്പൂൺ ഷുഗർ വേറെ വേണം, അത് നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ. പിന്നെ ഒരു 140 ഗ്രാം മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇത്രയും സാധനം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇത് വിസ്കും കൊണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്പാക്സിൽ ഉപയോഗിച്ച് പയ്യെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഫിലിം റാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് റാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബോൾ അത് കൂടുതലായിട്ട് റൈസായി അല്ലെങ്കിൽ പ്രസ്സായി അത് ഇരുന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ലൂസാക്കി ഫിലിം റാപ്പ് ചെയ്യുക. ഈ പാനിനകത്ത് നമ്മൾ ഈ ബോൾ ഇറക്കി വയ്ക്കുമ്പോൾ ബോളിൻ്റെ പകുതിയോളം വെള്ളം ഉണ്ടാവണം, തിളച്ച വെള്ളം. അതിനുശേഷം കവർ ചെയ്തിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 1.5 മണിക്കൂർ സ്റ്റീം ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി കാരമലൈസ്ഡ് ബനാന പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.